അയ്യോ വീഡിയോ ഓൺ അല്ലായിരുന്നല്ലേ? ഞാൻ ഇത്ര നേരം വീഡിയോ ഓൺ ആണെന്ന് കരുതിയിരിക്കുവായിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്കപ്പോ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ പി ബ്ലോക്ക് പഠിപ്പിച്ചു, പി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ വരെ പറഞ്ഞു. അടുത്തത് ഇപ്പൊ എസ് ബ്ലോക്ക് കഴിഞ്ഞു, പി ബ്ലോക്ക് കഴിഞ്ഞു. നമ്മൾ പഠിപ്പിക്കുന്ന ആ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ആദ്യം എസ് ബ്ലോക്ക്, അതിന്റെ ഗ്രൂപ്പ് പീരീഡ് കണ്ടുപിടിക്കുന്ന കാര്യം, പിന്നെ എസ് ബ്ലോക്കിന്റെ പ്രത്യേകതകൾ, പിന്നെ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് പീരീഡ് കണ്ടുപിടിക്കുന്നത്, പിന്നെ പി ബ്ലോക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ അടുത്ത ആളിലോട്ട് ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ the last electron enters into the d subshell. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഡി സബ്ഷെല്ലിലായിരിക്കും. the last electron enters into the d subshell. അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലായിരിക്കും വന്നു ചേരുക. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാ നമ്മുടെ സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21 ആണ്. എനിക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കണം. എനിക്ക് ബ്ലോക്ക് മനസ്സിലാക്കണമെങ്കിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലേ ബ്ലോക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒന്ന് സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെയാ സ്കാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക? ആദ്യം 1s, പിന്നെ 1s കഴിഞ്ഞാൽ 2s 2p, പിന്നെ 3s 3p 3d, അത് കഴിഞ്ഞാൽ 4s 1s, പിന്നെ 2s 2p, പിന്നെ 3s 3p 3d, പിന്നെ 4s. ആ രീതിയിലായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ് 1s2 2s2 2p6 3s2 3p6 3p കഴിഞ്ഞിട്ട് ഞാൻ 3d കൊടുക്കുന്നു, പിന്നെ 4s കൊടുക്കുന്നു. 3d കഴിഞ്ഞിട്ട് 4s കൊടുക്കുന്നു. 2 4 10 12 18 ഇലക്ട്രോൺ ആയി. അടുത്ത ഇലക്ട്രോൺ ഞാൻ വെക്കേണ്ടത് 4sലാണ് വെക്കേണ്ടത്. കാരണം ഓഫ് ബാ തത്വം അനുസരിച്ചിട്ട് 4sനാണ് എനർജി കുറവ്. ഇത് നമ്മൾ ഷെൽ ക്രമത്തിൽ എഴുതി വെച്ചിരിക്കുക, ഷെൽ ക്രമത്തിൽ. പക്ഷെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് ഓഫ് ബാ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി വൈസ് ആയിരിക്കണം, എനർജിയുടെ ക്രമത്തിലായിരിക്കണം. 4s കഴിഞ്ഞിട്ട് 3d എഴുതിയാലും വലിയ തെറ്റില്ല. അതാണ് എനർജി വൈസ് ക്രമം. ഇനി അപ്പൊ ഇലക്ട്രോൺ വെക്കേണ്ടത് 3dയിലാണോ ഇലക്ട്രോൺ 3dയിലോട്ടാണോ പോവേണ്ടത്? അല്ല, 4sൽ പോകും. 4sൽ പോകുമ്പോൾ 2 4 10 12 18 20 21 ആണുള്ളത്. അപ്പൊ അടുത്ത ഇലക്ട്രോൺ വന്നു ചേരേണ്ടത് ഡിയിലല്ലേ? നോക്കൂ, 3d1. ഇപ്പം ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് ഡി സബ്ഷെല്ലിലാണ്. ഈ ഡി സബ്ഷെല്ലിലാണ് വന്നു ചേർന്നത്. അതുകൊണ്ട് ഈ എലമെന്റിനെ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് വിളിക്കാം. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടിട്ട് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേർന്നത് എസ് സബ്ഷെല്ലിലാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെയും ഏറ്റവും അവസാനം കൊണ്ടുവന്ന് ഇലക്ട്രോൺ വെച്ചിരിക്കുന്നത് ഡി സബ്ഷെല്ലിലാണ്. അതുകൊണ്ട് ഇത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. നിങ്ങൾ എപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാലും ഡി സബ്ഷെല്ലിൽ ഇങ്ങനെ പൂർണ്ണമല്ലാതെ, ഇനിയും ഇപ്പൊ ഡി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ്, അടുത്ത ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ വീണ്ടും ഇലക്ട്രോണിനെ വെക്കുമ്പോൾ ഡി സബ്ഷെല്ല് നിറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഡി സബ്ഷെല്ല് നിറയാതെ ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, അത് ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ഈ എലമെന്റിന്റെ ബ്ലോക്ക് ഞാൻ കണ്ടുപിടിച്ചു. ആദ്യം ഞാൻ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ചോദ്യം ബ്ലോക്ക് കണ്ടുപിടിക്കണം, പിന്നെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ ചെയ്തു, ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഡി ബ്ലോക്ക് എന്ന് കണ്ടുപിടിച്ചു. നിങ്ങൾ ഒരുമിച്ച് വരണം കേട്ടോ. ഇനി അടുത്തത് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം. എങ്ങനെയാണ് ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? നോക്കൂ, ഞാൻ മുകളിൽ എഴുതാം. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം പ്ലസ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം. അതായത് ഞാൻ ചുരുക്കി എഴുതിയാണ് ഡി പ്ലസ് എസ്. ഡി ബ്ലോക്കിന്റെ പുറത്ത് ഇതായിരിക്കും, എസ് സബ്ഷെല്ലായിരിക്കും. ആ എസ് സബ്ഷെല്ലിൽ നോക്കിയാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2. ഡി സബ്ഷെല്ലിൽ എത്ര ഉണ്ട്? 1. 2 1 കൂടെ കൂട്ടിയാൽ എത്രയാ? 3. ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? 3 ആണ്. ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണും എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണും കൂടെ കൂട്ടണം. അപ്പൊ 2 1 3. ഇതാണ് ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ എല്ലാത്തിനും ഒരേപോലെയാ. ഗ്രൂപ്പ് നമ്പറിന് മാത്രമേ വ്യത്യാസമുള്ളൂ. എസ് ബ്ലോക്ക് ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺസ്. പി ബ്ലോക്ക് ആണെങ്കിൽ പിയിലെ ഇലക്ട്രോൺ പ്ലസ് 12 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടണം, എസും ഡിയും കൂടെ കൂട്ടണം. ഇനി പീരീഡ് നമ്പർ കണ്ടുപിടിക്കാനോ ഹൈയസ്റ്റ് ഷെൽ നമ്പർ നോക്കിയാൽ മതി. 1 2 3 3 4 ഹൈയസ്റ്റ് ഷെൽ നമ്പർ 4 അല്ലേ? അതെല്ലാത്തിനും ഒരേപോലെ. അപ്പൊ പീരീഡ് നമ്പർ എത്രയാണെന്ന് കിട്ടി?
4 കിട്ടി. അപ്പൊ ഈ എലമെന്റിന്റെ എല്ലാം നമുക്ക് കിട്ടി. ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഗ്രൂപ്പ് കണ്ടുപിടിച്ചു, പീരീഡ് കണ്ടുപിടിച്ചു. അപ്പൊ ഇത് ഡി ബ്ലോക്കിൽ പെടുന്ന എലമെന്റ് അല്ലേ? ആണ്. ഓക്കെ, എഴുതിയോടോ? അടുത്ത എലമെന്റിലോട്ട് ഞാൻ പോവുകയാണ്. നിങ്ങളുടെ ഡ്യൂട്ടി, അടുത്ത എലമെന്റ്, നിങ്ങളുടെ ഡ്യൂട്ടി ഇതിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കണം, ഗ്രൂപ്പ് കണ്ടുപിടിക്കണം, പീരീഡ് കണ്ടുപിടിക്കണം. അടുത്ത എലമെന്റ് ഞാൻ തന്നു, വനേഡിയം. കോപ്പി അടിക്കരുത്, തന്നെ എഴുതണം. അറ്റോമിക് വനേഡിയം, അറ്റോമിക് നമ്പർ 23. ബ്ലോക്ക്, ഗ്രൂപ്പ്. ഫൈൻഡ് ഔട്ട് ദ ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ ബ്ലോക്ക് കണ്ടുപിടിക്കുക, ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, പീരീഡ് കണ്ടുപിടിക്കുക. വലിച്ചുവാരി എഴുതിയൊന്നും വേണ്ട, ഇങ്ങനെ എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. താമസിച്ചാണല്ലോ കുറെ പേര് വരുന്നത്. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ഇതിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് കണ്ടുപിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഗ്രൂപ്പ് എത്ര വരും? ആർക്കെങ്കിലും പറയാമോ? 5 സാറേ. ഗ്രൂപ്പ് 5. കറക്റ്റാ, 5. പീരീഡ് 4. നേരത്തെ പോലെ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം. എത്ര മനസ്സിലാക്കിയെന്ന് അറിയാനാണ് ഞാൻ കമന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഒരെണ്ണം പോലും നാവ് സംസാരിക്കത്തില്ല. നോക്കൂ, വനേഡിയം അല്ലേ, അറ്റോമിക് നമ്പർ 23 അല്ലേ? നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാ. 1s2, ഇനി ഞാൻ പറയുന്നില്ല, 2s2, 2p6, 3s2, 3p6, 3d4. ഇപ്പൊ 18ആയി. 2 4 18ആയി. 2 4 10 12 18. അടുത്ത 2 ഇലക്ട്രോൺ 4s 20. പിന്നെ ബാക്കി 23. ബാക്കി 3 ഇലക്ട്രോൺ 3d. അപ്പൊ ബ്ലോക്ക് ഡി ആണ്. എസ് ആണെന്ന് എഴുതരുത് കേട്ടോ. അവസാനം എഴുതിയത് എസ് ആണെന്ന് കരുതി. എസ്സിലല്ല അവസാനത്തെ ഇലക്ട്രോൺ വന്ന് ചേർന്നത്, ഡിയിലാണ്. അപ്പൊ ആദ്യത്തെ ആളെ നമുക്ക് കിട്ടി. ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഡി. ആദ്യം ബ്ലോക്ക് കണ്ടുപിടിച്ചാലേ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കണം. ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിലുള്ള റൂൾ ഇതാണ്. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പ്ലസ് തൊട്ടു മുമ്പിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. 2 + 3 കണ്ടോ? ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ 2, തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിൽ 3. അപ്പൊ 2 + 3 എത്ര ഇലക്ട്രോൺ ആയി? 5 ഇലക്ട്രോൺ ആയി. സോറി 5. അപ്പൊ 5 ഗ്രൂപ്പ് നമ്പർ. പീരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നതോ ഹയസ്റ്റ് ഷെൽ നമ്പർ ആണ്, 4. പീരീഡ് നമ്പർ എത്രയാണ്? 4. ബ്ലോക്ക് ഡി, ഗ്രൂപ്പ് 5, പീരീഡ് 4. ഓക്കെ, എഴുതിയോ? കണ്ടോ? ഇതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിലാണ്. എങ്ങനെയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഇതാ. ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്ത് കിടക്കുന്ന ഔട്ടർ മോസ്റ്റ് എസ് സബ് ഷെൽ ഇതാ. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള ഡി സബ് ഷെല്ലിലാണ്. അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഉള്ളിലുള്ള സബ് ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാ പെനൽറ്റിമേറ്റ്. ഉള്ളിലുള്ള എന്നാണ് അതിന്റെ അർത്ഥം. പെനൽറ്റിമേറ്റ് ഡി സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുക. നോക്കൂ, ഈ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയപ്പോൾ ഈ 4s ആണ് അതിന്റെ ഔട്ടർ മോസ്റ്റ് സബ് ഷെൽ. ഔട്ടർ മോസ്റ്റ് സബ് ഷെല്ലിന്റെ ഉള്ളിലുള്ള എന്നതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് പെനൽറ്റിമേറ്റ് ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ആ ടേം കൂടെ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ ഇലക്ട്രോൺസ് ഫില്ലിംഗ് ഇൻ ദ പെനൽറ്റിമേറ്റ് ഡി സബ് ഷെൽ. പെനൽറ്റിമേറ്റ് ഡി സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്ന് ഫില്ല് ചെയ്യുന്നത്. അടുത്തൊരു എലമെന്റ് തരാവേ, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? നോക്കിക്കോ, അടുത്തൊരു എലമെന്റ്. ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതിയിട്ട് ചോദിക്കും ഒരാളിക്ക്. ക്രോമിയം. ഏതാ? ക്രോമിയം അറ്റോമിക് നമ്പർ 24. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ക്രോമിയം അറ്റോമിക് നമ്പർ 24. ശ്രദ്ധിച്ച് ചെയ്യണേ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ക്രോമിയത്തിന്റേത്.
ക്രോമിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേ. എന്നിട്ട് ബ്ലോക്ക് കണ്ടുപിടിക്കുക, ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, പീരീഡ് കണ്ടുപിടിക്കുക. പെട്ടെന്ന് ചെയ്യാം. കൃഷ്ണ എന്താ ചെയ്തോ? കൃഷ്ണ ചെയ്തോ? പോയോ? അങ്ങനെ ഒരാളില്ലേ? സാറേ ചെയ്തു. നോക്കാം. നോക്കൂ, ക്രോമിയമാണ്. ആരാ ചെയ്തെന്ന് പറഞ്ഞത്? ദേവപ്രിയ. ദേവപ്രിയ, ഒന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞ ഞാൻ കേട്ടെ. 1s2, 2s2, 2p6, ഓക്കെ, 3s2, 3p6, 3d5, 4s1. 3d5 4s1. ഇവിടെ വെച്ച് തെറ്റിക്കോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. രണ്ട് എലമെന്റ്സിന് പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ പഠിച്ചതാണ്. 3d5 4s1 എന്നാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചത്. ചില ആളുകൾ തെറ്റിച്ച് ചിലപ്പോൾ ഇങ്ങനെ എഴുതിയവരുണ്ടാവും. 4s-ൽ 2 വെച്ചിട്ട് 3d-യിൽ 4 വെച്ചവരുണ്ടാവും. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ക്രോമിയത്തിനും കോപ്പറിനും പ്രത്യേകതയുള്ളതാണ്. ഡി സബ്ഷെല്ലിൽ പകുതി നിറയുമ്പോഴും D5, ഡി സബ്ഷെല്ലിൽ പൂർണ്ണമായി നിറയുമ്പോഴും D10 കൂടുതൽ സ്റ്റെബിലിറ്റി കാണിക്കും, എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാണിക്കും. അപ്പൊ ഇവിടെ ഡി സബ്ഷെല്ലിൽ പകുതി നിറയാൻ സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് 4 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസം 5 ആകാൻ ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെയുള്ള കേസിൽ എസ് സബ്ഷെല്ലിൽ 2 വെക്കാതെ ഒരെണ്ണം വെക്കും, ബാക്കിയുള്ള ഒരെണ്ണത്തെ ഡിയിലോട്ട് കൊടുക്കും. അപ്പൊ ഇതാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ എഴുതിയത് ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും, എന്നാലും ഗ്രൂപ്പും പീരീഡും ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും. ഗ്രൂപ്പും പീരീഡും ഒരിക്കലും മാറ്റം വരത്തില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയാൽ ഒരേപോലെ വരുന്നത് കൊണ്ട്. ബ്ലോക്ക് നിങ്ങൾക്ക് കിട്ടി, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ, 3d5 4s1 എന്ന്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇട്ട് വന്നത്. ക്രോമിയവും കോപ്പറും പ്രത്യേകതയുള്ളത്. ബ്ലോക്ക് ഡി, ഗ്രൂപ്പ് എത്ര വരും? ഗ്രൂപ്പ് 6 സബ്ഷെല്ലിലെ ഇലക്ട്രോൺ പ്ലസ് പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺ 5 + 1 6. പീരീഡ് എത്ര കിട്ടും? പീരീഡ് 4. പീരീഡ് എത്രയാണ്? 4. ഓക്കെ, തുടക്കാലോ? മനസ്സിലായല്ലോ അല്ലേ? തുടക്കല്ലേ സാറേ? തുടക്കുന്നു. ലാസ്റ്റ് വൺ ഇതുകൊണ്ട് നിർത്തി കേട്ടോ. ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. നിക്കൽ അല്ല, അറ്റോമിക് നമ്പർ 28. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക, ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, പീരീഡ് കണ്ടുപിടിക്കുക, ബ്ലോക്ക് കണ്ടുപിടിക്കുക. ഷഡേന്ന് ജിൽ പോലെ ചെയ്യണം, പെട്ടെന്ന്. ആൻസർ ചെയ്തേ. ചെയ്തോടോ, ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. നിക്കൽ അല്ലേ? അറ്റോമിക് നമ്പർ 28 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6, 3d 4s. എന്തുകൊണ്ട് 3d-യും 4s-ഉം വരെ എഴുതണം. 4s-ൽ 2 20, 3d-യിൽ 8 28. ബ്ലോക്ക് ആദ്യം തന്നെ ബ്ലോക്ക് ഞാൻ എഴുതി. ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഗ്രൂപ്പ് ഞാൻ എഴുതുന്നു 8 × 2 10. സിമ്പിൾ, 8 × 2 10. ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് രീതിയിലാണ്. എസ് ഗ്രൂപ്പ് ആണെങ്കിൽ, എസ് ബ്ലോക്ക് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോൺ. പി ബ്ലോക്ക് ആണെങ്കിൽ +12, പി സബ്ഷെല്ലിലെ +12. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടണം. 8 × 2 10. പീരീഡ് 4. ചില ആളുകൾ ചോദിക്കും, സാറേ ഈ 8ന്റെ കൂടെ 2 കൂട്ടണമെന്ന് പറഞ്ഞാൽ പോരെന്ന്. അങ്ങനെ പറയാത്തതിനൊരു കാര്യമുണ്ട്. കാരണം ക്രോമിയത്തിനും കോപ്പറിനും എസ്സിൽ 1 ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് അങ്ങനെ പറയാത്തത്. എസ്സിലെ പ്ലസ് ഡിയിലെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലോട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. ബ്ലോക്കും ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, എഴുതി വെക്കണമെന്നില്ല. അത് എഴുതി വെക്കണമെന്ന് നിർബന്ധമില്ല.
ശ്രദ്ധിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ. ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്കറിയാം ഡി ബ്ലോക്ക് എലമെന്റിന്റെ. എന്തായിരിക്കും ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്? അത് ഏത് ഗ്രൂപ്പ് മുതൽ ഏത് ഗ്രൂപ്പ് വരെ ആയിരിക്കും കാണുക? 3 to 12 ഗ്രൂപ്പ് ആയിരിക്കും കാണുക. ഒരു സംശയവും വേണ്ട അല്ലെ? ഡി ബ്ലോക്ക് എലമെന്റ് 3 to 12 ആയിരിക്കും. എസ് ബ്ലോക്ക് 1 ഉം 2 ഉം. പി ബ്ലോക്ക് 13 മുതൽ 18 വരെ. ഡി ബ്ലോക്ക് ആണ് എങ്കിൽ 3 to 12 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റ്സ് എല്ലാം ഡി ബ്ലോക്ക് ആയിരിക്കും. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം ഹാർഡ് മെറ്റൽസാ. അവയെല്ലാം മെറ്റൽസാ. നമ്മൾ നേരത്തെ പറഞ്ഞു എസ് ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അവയെല്ലാം സോഫ്റ്റ്, കനം കുറഞ്ഞ സോഫ്റ്റ് മെറ്റൽസ് ആണ്. പക്ഷെ ഡി ബ്ലോക്ക് എലമെന്റിൽ പെടുന്നതല്ലേ നമ്മുടെ കോപ്പർ ഒക്കെ. കോപ്പർ, ക്രോമിയം, ഗോൾഡ്, സിൽവർ, സ്കാൻഡിയം, അതെല്ലാം ഡി ബ്ലോക്കിൽ പെടുന്നതാണ്. അത് കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള കട്ടിയുള്ള മെറ്റൽസാ. ഹാർഡ് മെറ്റൽസാ. ഹാർഡ് മെറ്റൽസ്, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം all of them are metals. അവയെല്ലാം മെറ്റൽസ് ആണ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ മറ്റൊരു പേരിൽ കൂടെ വിളിക്കും. ഈ ഡി ബ്ലോക്ക് മെറ്റൽസിനെ മറ്റൊരു പേരിൽ കൂടെ വിളിക്കും. They are called as transition elements. അവയെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. അവയെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം, നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിയാണെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇങ്ങനെയാ കിടക്കുക. ആദ്യം പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. അത് എസ് ബ്ലോക്കാ. അത് പറഞ്ഞതാ, അത് എസ് ബ്ലോക്കാ. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മുതൽ ഇച്ചിരി ഇങ്ങോട്ട് മാറി ഇവിടെ മുതലേ 4ാമത്തെ പീരീഡ് മുതലേ തുടങ്ങത്തുള്ളൂ. 4ാമത്തെ പീരീഡ് മുതലേ തുടങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് 1, 2, 3, 4 ഇവിടെ ഉണ്ട്. ഞാൻ ഇടക്ക് വരക്കാനിട്ടാ. ഇവിടെ 3 to 12 3 മുതൽ 12 വരെ 3, 4, 5, 6, 7 ഇങ്ങനെ 3 മുതൽ 12 വരെ ഉള്ളതാണ് ഡി ബ്ലോക്ക്. ഇതാണ് 3 മുതൽ 12 വരെ ഉള്ളതാണ് ഡി ബ്ലോക്ക്. 1ഉം 2ഉം എസ് ബ്ലോക്ക്. 3 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്ക്. ബാക്കി 13, 14 അങ്ങനെ 18 വരെ ഉള്ളത് പി ബ്ലോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു എസ് ബ്ലോക്കിലുള്ളതെല്ലാം മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ കൂടുതലും നോൺ മെറ്റൽസ് ആണ്. എസ് ബ്ലോക്കിലുള്ളതെല്ലാം മെറ്റൽസ് ആണ്. പി ബ്ലോക്കിൽ കൂടുതലും നോൺ മെറ്റൽസ് ആണ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൽ നിന്നും ഈ നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ക്രമമായ മാറ്റം, ട്രാൻസിഷൻ ആണ് കാണിക്കുക. അങ്ങനെ എസ് ബ്ലോക്കിലുള്ള മെറ്റൽസിൽ നിന്നും പി ബ്ലോക്കിലുള്ള നോൺ മെറ്റൽസ്, ഇപ്പഴേ നോൺ മെറ്റൽസാ, നോൺ മെറ്റൽസിലേക്കുള്ള ഒരു ക്രമമായ ട്രാൻസിഷൻ കാണിക്കുന്നത് കൊണ്ട് ഇവയെ നമ്മൾ വിളിക്കുന്ന ക്രമമായ മാറ്റം. പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുക. ക്രമമായ മാറ്റം കാണിക്കുന്നത് കൊണ്ട് ഈ എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെന്റ്സ്. അവയെ എന്ത് പേര് വിളിക്കും? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. പതുക്കെ അതിന്റെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതാണ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം. അടുത്ത മറ്റൊരു പ്രത്യേകത, they show similarity in chemical properties also in period. Similarity in chemical properties. ഇവയെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. They show similarity in chemical properties. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. ഇൻ പീരീഡ്, പീരീഡിലും കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. സാധാരണ ഒരു എലമെന്റ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത് ഒരേ ഗ്രൂപ്പിലാണ്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ ഗ്രൂപ്പിനെല്ലാം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ഒരു ഫാമിലി ആക്കിയിരിക്കുന്നത്. രണ്ടാമത്തത് ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്, അതിനെല്ലാം ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. 13ാമത്തേത് ഒരു കുടുംബമാണ്, അതിന് വേറെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പൊ ഗ്രൂപ്പിലാണ് സാധാരണ 3, 4 അങ്ങനെ ഗ്രൂപ്പിലാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കുന്നത്. അങ്ങനെ ഗ്രൂപ്പിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കാനുള്ളതിന്റെ കാരണം ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് സെയിം ആയതുകൊണ്ടാണ്. ഇപ്പൊ ഗ്രൂപ്പ് ഒന്നിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ്. ഗ്രൂപ്പ് ഒന്നിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണാണ്. അപ്പൊ സെയിം കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കും. ഗ്രൂപ്പ് 2ന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കും. ഗ്രൂപ്പ് 13ന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ആണ്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടി. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയതുകൊണ്ടാണ് ഗ്രൂപ്പിൽ എല്ലാം സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു പ്രത്യേകത, അവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും സെയിം കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കും. ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും ഏകദേശം സെയിം കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്ന ആദ്യത്തെ ഒരു എലമെന്റ് ആണ് സ്കാൻഡിയം. എനിക്കറിയാം നിങ്ങൾ കാണാതെ പഠിക്കണ്ട. സ്കാൻഡിയം
പിന്നത്തേത് ടൈറ്റാനിയം, പിന്നത്തേത് വനേഡിയം. അങ്ങനെയാ പോവുക. ഇത് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ എഴുതിയതാ. അറ്റോമിക് നമ്പർ 21 നമ്മൾ എഴുതിയതാ. അതാ ഇങ്ങനെ 1s2 2s2 2p6 3s2 3p6 3d4s. ഇങ്ങനെ നിങ്ങൾ എഴുതിയതാ. ബുക്ക് മറിച്ച് നോക്കിയാൽ ഇപ്പൊ തന്നെ കാണാം. അത് 4s2 3d1 4s2 3d1. അടുത്ത ടൈറ്റാനിയത്തിന്റെ എഴുതിയാണെങ്കിൽ 22 ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ എഴുതിയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവസാനം ഇങ്ങനെ വരും. എങ്ങനെ വരും? 3d2 4s2. മനസ്സിലായോ? 3d2 4s2. അടുത്ത വനേഡിയം എഴുതിയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. 3d3 4s2. ഇപ്പൊ നോക്കിക്കേ, ഇതിന്റെ എല്ലാം ഔട്ടർ മോസ്റ്റ് സെല്ലിൽ ഇതെല്ലാം ഒരേ പീരീഡാ. ഇത് എത്രാമത്തെ പീരീഡാ? സ്കാൻഡിയം എത്രാമത്തെ പീരീഡാ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്കാൻഡിയം എത്രാമത്തെ പീരീഡാ? 4. ഇതും 4, ഇതും 4. ഇതെല്ലാം ഒരേ പീരീഡിലാ ഉൾപ്പെടുക. ഇവയുടെ എല്ലാം ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോൺസിന് മാറ്റമുണ്ടോ? ഇതിന്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ എത്ര ഇലക്ട്രോണാ ഉള്ളത്? 2. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് സെല്ലിൽ എത്രയാ? 2. ഇതും എത്രയാ? 2. പക്ഷെ അടുത്ത ക്രോമിയം വരുമ്പോ മാറും കേട്ടോ. ഏകദേശം ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോൺസിന് വലിയ മാറ്റമില്ല, വലിയ വ്യത്യാസമില്ല. മിക്കതിന്റെയും ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണ്. ഒരേ പീരീഡിൽ തന്നെയാണ് എങ്കിലും ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയതുകൊണ്ട് അവർ പീരീഡിലും സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഏകദേശം സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് അവർ കാണിക്കും. വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാലും ഞാനത് പറഞ്ഞു തന്നേ, വിശദമാക്കി തന്നു എന്നേ ഉള്ളൂ. അടുത്ത ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അടുത്ത പ്രത്യേകതയാണ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് കെമിക്കൽ പ്രോപ്പർട്ടി. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവര് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവർ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഇത് സെപ്പറേറ്റ് ഹെഡിങ്ങിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പഠിക്കും. അടുത്ത മറ്റൊരു പ്രത്യേകതയാണ് ദേ ഫോം കളേഡ് കോമ്പൗണ്ട്സ്. അവര് കളേഡ് കോമ്പൗണ്ട്സ് നൽകുന്നു, നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നു. ഞാനൊരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. കളേഡ് കോമ്പൗണ്ട്സിന് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് കോപ്പർ. കോപ്പറിന്റെ ഒരു കോമ്പൗണ്ട് ആണ് കോപ്പർ സൾഫേറ്റ്, തുരിശ് എന്ന് പറയും. തുരിശ് അതിന് ബ്ലൂ കളറാണ്. അതിന് ഏത് കളറാണ്? ബ്ലൂ കളറാണ്. അങ്ങനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് മിക്കതും കളേഡ് കോമ്പൗണ്ട്സ് നൽകുന്നുണ്ട്. ഇതിന്റെ കളർ ഞാൻ പിന്നെ പറയാം. അവസാനം നമ്മൾ 2 പ്രോപ്പർട്ടി കൂടെ പഠിക്കുന്നു ഡി ബ്ലോക്ക് എലമെന്റ്സിന്റേത്. ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവര് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. അടുത്ത പ്രത്യേകത ദേ ഫോം കളേഡ് കോമ്പൗണ്ട്സ്. അവര് കളറുള്ള കോമ്പൗണ്ടുകൾ, നിറമുള്ള സംയുക്തങ്ങൾ നൽകുന്നു. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഹെഡിങ്ങിൽ പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവര് കാണിക്കുന്നതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. അപ്പൊ എന്താണ് നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. രണ്ടുപേര് ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, മറ്റൊരാൾ ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം, നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. സോഡിയവും ക്ലോറിനും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുക. സോഡിയം ക്ലോറൈഡ് രണ്ടും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുക. അപ്പൊ എന്താ സംഭവം? സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ആർക്ക്? ക്ലോറിന്. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും. അങ്ങനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുക. വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ചാർജും ഗെയിൻ ചെയ്യുന്ന ആൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. വിട്ടുകൊടുക്കുന്ന ആൾക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും സ്വീകരിക്കുന്ന ആൾക്ക് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കും. സാധാരണ എല്ലാ എലമെന്റുകളും ഒരു തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പൊ നോക്കൂ, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കിക്കോ, സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്. സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുമ്പോൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ഞാൻ എഴുതുവാണേ 11, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ 17. അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതും 2, 8, 1. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതും
2, 8, 7. ഇത് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാ. ഇവര് തമ്മിൽ കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടി സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പം സോഡിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 1. വിട്ടുകൊടുത്തത് കൊണ്ട് നമ്മൾ പറയും 1+ ആണ്. 1+ ഒരാളെ വിട്ടുകൊടുത്തത്. നോക്കൂ, എന്തുകൊണ്ടാണ് സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? 2 എണ്ണം വിട്ടുകൊടുക്കാതെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്? സോഡിയത്തിന് ഒക്ടേറ്റ് കിട്ടാൻ 1 കിട്ടിയാൽ മതി. സോഡിയത്തിന് ഒക്ടേറ്റ് കിട്ടാൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്. ക്ലോറിൻ ഒരു ഒക്ടേറ്റ് കിട്ടാൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ മതി. 2, 8, 8 ആകും. അപ്പൊ ഒരെണ്ണം വിട്ടുകൊടുത്തത് കൊണ്ട് സോഡിയത്തിന് 1+ ചാർജും, ക്ലോറിൻ ഒരെണ്ണം സ്വീകരിച്ചത് കൊണ്ട് ക്ലോറിന് 1- ഓക്സിഡേഷൻ സ്റ്റേറ്റുമാണ്. ഇതാണ് ആക്ച്വലി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ സോഡിയം ഒക്കെ ഒരു തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ. ഒറ്റ തരത്തിലുള്ള ഒരു ഇലക്ട്രോൺ 1+ എന്ന് പറയുന്ന ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റേ കാണിക്കത്തുള്ളൂ. പക്ഷേ ഡി ബ്ലോക്ക് എലമെന്റ്സ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. ഫോർ എക്സാമ്പിൾ അയൺ. ഇത് ചില കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്ത് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ. ഇതെല്ലാം മെറ്റൽസ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. അപ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കത്തേ ഉള്ളൂ. എല്ലാ മെറ്റൽസും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. എല്ലാ മെറ്റൽസും ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ് റിയാക്ഷനിൽ പങ്കെടുക്കുക. അപ്പം ഈ അയൺ ചില കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 2+ ആയിരിക്കും. വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ പറയും 2+, അല്ലെങ്കിൽ +2 ആയിരിക്കും, +2 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്നാൽ അയൺ വേറെ ചില കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വേറെ ചില കോമ്പൗണ്ടിന്റെ കാര്യത്തിൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കണ്ടോ, 2 തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിച്ചു. ചില കോമ്പൗണ്ടിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേറെ ചില കോമ്പൗണ്ടുകളുടെ കാര്യത്തിൽ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അത് +3 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സാഹചര്യം അനുസരിച്ചിട്ട് ഇലക്ട്രോൺസിനെ 2ഉം 3നെയൊക്കെ വിട്ടുകൊടുക്കും. അങ്ങനെ വ്യത്യസ്ത ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള എലമെന്റ്സ് ഒന്നും അങ്ങനെ കാണിക്കത്തില്ല. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് കൂടുതലും അങ്ങനെ കാണിക്കുന്നത്. കണ്ടോ, ഇപ്പൊ അയൺ ഇങ്ങനെ 2 തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതുപോലെ അയൺ മാത്രമല്ല, എല്ലാ ഡി ബ്ലോക്ക് എലമെന്റ്സും, മിക്ക ഡി ബ്ലോക്ക് എലമെന്റ്സും ഇങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ അയണിന്റെ 2 കോമ്പൗണ്ട് എഴുതാൻ പോവാ ഞാൻ. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് അയണിന്റെ 2 കോമ്പൗണ്ടുകളാണ്. കാരണം 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് കൊണ്ട് 2 കോമ്പൗണ്ട് കിട്ടും. നോക്കൂ, അയണിന്റെ 2 ക്ലോറൈഡ് എഴുതാൻ പോണത്. അയണിന്റെ ഒരു ക്ലോറൈഡ് ഞാൻ എഴുതി FeCl2. അയണിന്റെ ഒരു ക്ലോറൈഡ് ഞാൻ എന്തെഴുതി? FeCl2 എന്ന് എഴുതി. അയണിന്റെ മറ്റൊരു കോമ്പൗണ്ട് ക്ലോറിനുമായിട്ട് ചേർന്നുള്ളതാണ് FeCl3 എന്ന് എഴുതി. നോക്കൂ, ഈ കോമ്പൗണ്ടുകളിൽ കണ്ടോ, ഇത് അയണിന്റെ ഒരു കോമ്പൗണ്ടാണ്, ഇത് അയണിന്റെ വേറൊരു കോമ്പൗണ്ടാണ്. കേട്ടോ, രണ്ടിനും കെമിക്കൽ ഫോർമുല വേറെയല്ലേ വന്നത്? ഇത് FeCl2 ആണ്, ഇത് FeCl3 ആണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതിലെ വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത 2 കോമ്പൗണ്ടുകൾ ക്ലോറിൻ വെച്ച് തന്നെ കിട്ടിയത്. FeCl2 കിട്ടി, FeCl3 കിട്ടി. ഇനി ഈ 2 കോമ്പൗണ്ടുകളിലെയും അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എനിക്ക് മനസ്സിലാക്കണം. ഈ 2 കോമ്പൗണ്ടുകളിലെയും നമ്മുടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹാലജനുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -1 ആയിരിക്കും. ഹാലജൻ ആരുടേതാണ്? ഹാലജൻ നിങ്ങൾക്കറിയാം, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അതാണ് ഹാലജൻ. കണ്ടോ, ഹാലജനുകളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -1 ആയിരിക്കും. അഥവാ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? ഒരു കോമ്പൗണ്ടിൽ -2 ആയിരിക്കും. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? ഒരു കോമ്പൗണ്ടിൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരിക്കലും മാറ്റമില്ല, അത് -1 ആയിരിക്കും. ഒരു കോമ്പൗണ്ടിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരിക്കലും മാറ്റമില്ല, അത് എത്രയായിരിക്കും? -2 ആയിരിക്കും. അടുത്ത കാര്യം, ഒരു കോമ്പൗണ്ടിന്റെ ആകെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു കോമ്പൗണ്ടിലെ എലമെന്റ്സിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഞാൻ ഈ FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ
അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പോവുക. FeCl3 തൽക്കാലം തുടച്ചു. അതിന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം നോക്കൂ. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എനിക്കറിയാം. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതെത്രയാ? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും -1. ക്ലോറിന്റെ എത്രയാ? -1. ഓക്സിജന്റെ എത്രയാ? -2. അപ്പൊ ക്ലോറിന്റെ -1 ആയതുകൊണ്ട് ഞാൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ മുകളിൽ -1 എന്ന് കൊടുത്തു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണെന്ന് കൊടുത്തു? -1 എന്ന് ഞാൻ കൊടുത്തു. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയില്ല. കാരണം അയൺ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. പറഞ്ഞു, അയൺ ഡി ബ്ലോക്ക് എലമെന്റ് അല്ലേടെ. അയൺ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. അപ്പൊ നമുക്കറിയില്ല, നമ്മളത് കണ്ടുപിടിക്കാൻ പോവുക. അപ്പൊ അത് അറിയാത്തതായതുകൊണ്ട് നമ്മൾ കണക്കിൽ ഒരു കാര്യം സൂചിപ്പിക്കുമല്ലോ. അറിയാൻ മേലാത്ത ആൾക്ക് ഏത് രീതിയിൽ സൂചിപ്പിക്കും? എക്സ്. അപ്പൊ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ എക്സ് ആണെന്ന് കരുതി അതിന്റെ മുകളിൽ എക്സ് എന്ന് എഴുതി. ഇനി ഞാൻ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പോവുക. എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കൂ, ഒരു അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എക്സ്. അപ്പം എക്സ് ഒരാളുടേതാണ് എക്സ് പ്ലസ് ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -1. ഒരു ക്ലോറിന്റെ ഞാൻ ഇതിലാണ് കൂടെ കൂട്ടാൻ പോവുക ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒരു അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ്, ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1. അങ്ങനെയാണെങ്കിൽ രണ്ട് ക്ലോറിന്റേതോ? ഒരാളുടേത് -1, ഒരു ക്ലോറിന്റേത്. അപ്പൊ രണ്ട് ക്ലോറിന്റേതോ? -2. ഒരാളുടേത് -1 ആ. അപ്പൊ അടുത്തൊരു ക്ലോറിൻ കൂടെ വന്നാൽ അതിനും -1. രണ്ടും കൂടെ കൂട്ടിയാൽ -2 വരത്തില്ലേ? അഥവാ ഈ -1 × 2 ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? 0. കാരണം ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കോമ്പൗണ്ടിലേത് 0 ആണ്. മനസ്സിലായോ? അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സ് ആയിട്ട് എടുത്തു. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിട്ട് എടുത്തു. -1 ആണ്, അതറിയാം, -1 ആണ്. എന്നിട്ട് ഞാൻ പറയുന്നു ടോട്ടൽ 0 ആണ്. ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? 0 ആണ്. അപ്പം എക്സ്, അയണിന്റേത് എക്സ് പ്ലസ് കൂട്ടണം, പ്ലസ് ഒരു ക്ലോറിന്റേത് -1 ആണ്. അപ്പൊ രണ്ട് ക്ലോറിന്റേത് -1 × 2 ഇത് തമ്മിൽ ഗുണിക്കണം. -1 × 2 that is equal to 0. അപ്പൊ നമുക്ക് കിട്ടും എക്സ് -1 ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് -2 ഈസ് ഈക്വൽ ടു 0. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു ഈ -2 അപ്പുറത്തോട്ട് പോകും. അപ്പൊ എന്ത് കിട്ടും? +2. എന്ത് കിട്ടി? +2. അപ്പൊ ഇവിടത്തെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +2 ആണ്. FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദാ +2 ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. കണ്ടോ? അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +2 എന്ന് കിട്ടിയത് കണ്ടോ? അപ്പൊ നിങ്ങൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ എഴുതിക്കുക. നമുക്ക് ഒരുമിച്ച് എഴുതാം, ഒരുമിച്ച് ചെയ്യാം. ഒരുമിച്ച് ചെയ്തിട്ട് എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഔട്ട് കാരണം അല്ലെങ്കിൽ തുടക്കം ശരിയാവില്ല. ഫൈൻഡ് ഔട്ട് ക്വസ്റ്റ്യൻ എഴുതണേ. ഫൈൻഡ് ഔട്ട് എഴുതുന്നുണ്ടോ? Find out the oxidation state of Fe ion. The oxidation state of Fe എന്ന് കൊടുത്താൽ മതി. Fe in FeCl2 and FeCl3. Find out the oxidation state of Fe in FeCl2 and FeCl3. കൂടെ എഴുതണം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കൂടെ തന്നെ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe ion in these compounds. ഈ സംയുക്തങ്ങളിലെ Fe ion ഇങ്ങനെ എഴുതി കേട്ടോ. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe ion in these compounds. ക്വസ്റ്റ്യൻ ഇനിയും പറയണോ? ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe in FeCl2 and FeCl3. കൂടെ തന്നെയുള്ള ക്വസ്റ്റ്യൻ. FeCl2, FeCl3 എന്നീ സംയുക്തങ്ങളിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തുക. കൂടെ തന്നെ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe ion in
Fe in these compounds. Fe ion in these compounds. എഴുതിയോ? എഴുതിയോടോ? പറയട്ടോ. എഴുതി സാറേ. എഴുതി. എഴുതി പറയണം എഴുതിയെങ്കിലും. എഴുതി സാർ. പേര് ഇടക്കിടക്ക് ലെഫ്റ്റ് ആകുന്നു. എനിക്കാണ് കോൺസെൻട്രേഷൻ പോകുന്നിട്ട് ലെഫ്റ്റ് ആകുന്നു ജോയിൻ ചെയ്യുന്നു. അവിടെ ഷെഹാൻ ഷാജി എന്ന് പറയുന്നത് കുറെ നേരം ഈ പരിപാടി തുടങ്ങിയിട്ട് ഷെഹാൻ ഷാജി, നബീൽ അഹമ്മദ്, 2-3 പേര് കുറെ നേരം വരുന്നു പോകുന്നു ഇങ്ങനെ കാണിക്കാം. ഷെഹാൻ ഷാജിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നെ നോട്ട് കാണിക്കാതെ മുങ്ങിയതാ. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. അവനെ വിടത്തില്ല, ഞാൻ ഓർത്തിട്ടുണ്ട്. എഴുതിയല്ലോ. നമുക്കപ്പം FeCl2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം FeCl2 എന്ന് എഴുതുക. FeCl2. എന്നിട്ട് നിങ്ങൾ ഓർക്കണം, 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, എല്ലാ കോമ്പൗണ്ടിലെയും ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് മാറ്റമില്ല, -1 ആണ്. അത് ഇലക്ട്രോണിനെ സ്വീകരിക്കും, ഒരു ഇലക്ട്രോണിന്. അതുകൊണ്ട് -1 ആണ്. ഇനിയിപ്പം ചിലപ്പോൾ ഓക്സിജൻ ആയിരിക്കും കോമ്പൗണ്ടിൽ തന്നിട്ടുള്ളത്. ഓക്സിജൻ ആണെങ്കിൽ എന്തായിരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ്? മാറ്റമില്ല. ഓക്സിജൻ ആണെങ്കിൽ എത്രയായിരിക്കും പറയൂ? -2. എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -2. അതൊന്ന് സൈഡിലോട്ട് എഴുതി വെച്ചേക്കുക. ക്ലോറിൻ ആണെങ്കിൽ -1 ആയിരിക്കും, ഓക്സിജൻ ആണെങ്കിൽ -2 ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് അറിയാം, ടോട്ടൽ 0 ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. FeCl2 എഴുതിയല്ലോ, എഴുതി. നമ്മൾ ചെയ്യാൻ പോവുക. Feയുടെ അവിടെ X കൊടുക്കണം. കാരണം Feയുടെ അറിയത്തില്ല 2 ആണോ 3 ആണോ 4 ആണോ വിട്ടുകൊടുക്കുന്നതെന്ന് അറിയത്തില്ല. അത് കണ്ടുപിടിക്കാൻ പോവുക. X എന്ന് കൊടുത്തു. അറിയാൻ മേലാത്ത ആൾക്ക് X കൊടുക്കണം. ക്ലോറിന്റെ അറിയാം -1. ഇത് ഞാൻ ആദ്യ പാഠം ബേസിക് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാ. വാലൻസിയുടെ കാര്യത്തിൽ 2ഉം 3ഉം കാണിക്കുമെന്ന് പറയുന്നുണ്ട്. ഓർക്കുന്നുണ്ടോ? നോക്കൂ, ടോട്ടൽ 0 അല്ലേ? ഒരു Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? X പ്ലസ് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് രണ്ടും കൂടെ കൂട്ടിയാൽ 0 ആയിരിക്കും. ഇതിന്റേത് പ്ലസ് ഇതിന്റേത് 0, ഇതിന്റേത് പ്ലസ് ഇതിന്റേത് 0. അപ്പൊ X പ്ലസ് ഒരു ക്ലോറിന്റേതാണ് -1. 2 ക്ലോറിന്റെ കാണാൻ ഇത് രണ്ടും കൂടെ ഗുണിക്കണം. -1 × 2 is equal to 0. അപ്പം X -2 കണ്ടോ? X -2 is equal to 0. That is X is equal to +2. ഇവിടത്തെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? എത്രയാ? +2. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X ആയിട്ട് എടുത്തത്. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +2 ആണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതാം? The oxidation state of Fe in FeCl2 is +2. FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. 2 ഇലക്ട്രോണിനെയാണ് ഈ കോമ്പൗണ്ട് ഉണ്ടാകാൻ വിട്ടുകൊടുക്കുക. FeCl2 അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറസ് ക്ലോറൈഡ്. അതാണ് ഫെറസ് ക്ലോറൈഡ് എന്ന് പറയും. കണ്ടോ? ഇനി നമുക്ക് ഈ കോമ്പൗണ്ടിലെ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എന്താണ്? ഈ കോമ്പൗണ്ടിലെ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എടേ, അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആ. അത് തരും കേട്ടോ. ക്വസ്റ്റ്യനിൽ തരാൻ വിട്ടുപോയി, ഞാൻ തരാൻ വിട്ടുപോയി. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്കറിയാം. ഇവിടെ അയൺ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഈ കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടി 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പൊ നിങ്ങൾ ഈ Fe എന്നുള്ള ആൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടെ എഴുതുക. അതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആദ്യം Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഇതുണ്ടാകാൻ വേണ്ടി Fe എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക? 2 ഇലക്ട്രോൺ. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോണിനെ മാറ്റിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അപ്പൊ നമുക്ക് അത് കിട്ടും. ആദ്യം നമുക്ക് Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അത് എഴുതാതെ പറ്റത്തില്ല. Fe അറ്റോമിക് നമ്പർ 26 അത് നിങ്ങൾക്ക് തന്നിരിക്കും. ഇപ്പൊ ഞാൻ തരാൻ വിട്ടുപോയതാണ്. ഒന്ന് എഴുതിട്ട് 1s2 2s2 2p6 3s2 3p6 ഇനി ഇങ്ങോട്ടുണ്ട് കേട്ടോ. 3d4s 26 അല്ലേ? 4s 2 3d6 ഒരുമിച്ച് എഴുതുന്നുണ്ടല്ലോ. 4s 2 3d6. ഇനി നോക്കൂ, ഇവിടെ അയൺ ചുമ്മാ അയണല്ല. ഇവിടെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത അയോണാണ്. അപ്പൊ നമ്മൾ അതിന് ഇങ്ങനെ കാണിക്കുക Fe+2. അടുത്ത Fe+2ന്റെ എഴുതുന്നത്. ഇത് Feയുടേതാ. നമ്മുടെ ആക്ച്വലി എഴുതേണ്ടത് Fe 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത Fe അയോൺ ചാർജ് ഉള്ള Feയുടെയാ. Fe+2ന്റേതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും.
എപ്പോഴും ഇലക്ട്രോണിനെ ആദ്യം വിട്ടുകൊടുക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കും. എവിടെ നിന്നായിരിക്കും വിട്ടുകൊടുക്കുക? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നായിരിക്കും വിട്ടുകൊടുക്കുക. ഇവിടെ ഏതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്? പറയൂ. 1s2 2s2 2p6 3s2 3p6 4s 3d6 4s2. ഈ എഴുതിയിരിക്കുന്നതിൽ ഏതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്? പറയൂ. ഫോറസ് ആണ്. ഏറ്റവും അവസാനം എഴുതുന്നതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പൊ ഇവിടെ നിന്നല്ലേ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പിന്നെ ഈ സബ് ഷെല്ല് എഴുതണോ? വേണ്ട. 1s2 2s2 2p6 3s2 3p6 പിന്നെ 3d6. ഇവിടെ നിന്ന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. 3d6. ഇതാണ് Fe+2ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഫോറസിലെ 2 ഇലക്ട്രോണിനെ ആയിരിക്കും വിട്ടുകൊടുക്കുക. എഴുതി കഴിഞ്ഞിട്ട് പറയണേ. നിങ്ങൾ പിൻ ചെയ്ത് കാണണം. പറയുകയാണ്, പലർക്കും പിൻ ചെയ്യാൻ ഇപ്പോഴും അറിയാൻ മേലാത്തതുകൊണ്ട് 3 ഡോട്ട്സിൽ പിടിച്ച് നിൽക്കുക, പിൻ ചെയ്യുക. എന്നിട്ട് വ്യൂ ഫുൾ സ്ക്രീൻ കൊടുക്കുക. മൊബൈൽ ചരിച്ച് വെച്ചിട്ട് വ്യൂ ഫുൾ സ്ക്രീൻ കൊടുത്തിട്ട് കാണണം. ഇങ്ങനെ വെച്ചിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണത്തില്ല ബോർഡിൽ എഴുതുന്നത്. സൂം ചെയ്തിട്ട് കാണണം. നോക്കി എഴുതിയോടോ? എഴുതി. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ Fe2 എഴുതിയത്. ഇനി അടുത്ത കഥാപാത്രം ഉണ്ട്, അടുത്ത കോമ്പൗണ്ട്. ഏതാ അടുത്ത കഥാപാത്രം? അടുത്ത കോമ്പൗണ്ട് ഏതാ? പറയൂ. FeCl2 എഴുതി. അടുത്ത കോമ്പൗണ്ട് ഏതാ? 2 കോമ്പൗണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. FeCl2 പറഞ്ഞിട്ടുണ്ട്. അയൺ ഉണ്ടാക്കുന്ന മറ്റൊരു ക്ലോറൈഡ് ആണ് FeCl3. ഇതാണ് അടുത്ത കോമ്പൗണ്ട്. അപ്പൊ ഇതിന്റെ കണ്ടുപിടിക്കാം. ഇതേ പരിപാടി നടത്തിയാൽ മതി. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എല്ലാവർക്കും അറിയാതെ. എത്രയാണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -1. അത് മുകളിൽ എഴുതണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എപ്പോഴും മുകളിലാണ് എഴുതുന്നത്. FeCl3യുടെ കണ്ടുപിടിക്കാൻ പോവാ. -1 ഒറ്റടിക്ക് പറയാതെ. അപ്പൊ ഇത് തമ്മിൽ നോക്കിയാൽ ഇത് -3 വരും. ഇതിന്റെ എത്ര വരും? -3 വരും. ഇതിന്റെ +3. ഓപ്പോസിറ്റ് എടുത്താൽ മതിയെ. ഒറ്റടിക്ക് പറയാം. ഈ എക്സ് ഒന്ന് വിട്ട് കണ്ടുപിടിക്കൊന്നും വേണ്ട. കൺഫ്യൂഷൻ അടിക്കണ്ട. ഇത് -1 ആ. ഒരാളുടെ -1. അപ്പൊ ഇത് 3 പേരുടേത് -3 വരും. അപ്പൊ Feയുടെ എത്രയാ? +3. ഒറ്റടിക്ക് കിട്ടി. കണ്ടോ? അങ്ങനെ മറ്റേതും അങ്ങനെ ഒറ്റടിക്ക് കണ്ടുപിടിക്കാം. കൺഫ്യൂഷൻ ആയിട്ട് നോക്കൂ. FeCl2 അല്ലായിരുന്നോ? ഇത് -1 ആണ്. ഒരാളുടേത് -1. അപ്പൊ 2 പേരുടേത് -2. നേരെ തിരിച്ച്. മറ്റേത് നേരെ തിരിച്ച്. ഇത് -2 ടോട്ടൽ വരുമ്പോൾ അപ്പുറത്ത് നേരെ തിരിച്ച് +2. അങ്ങനെ ഒറ്റടിക്ക് കണ്ടുപിടിക്കാം. ഞാൻ പിന്നെ ഇതിന്റെ റൂൾ അനുസരിച്ച് ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ. ഒറ്റടിക്ക് എഴുതിയാലും നോ പ്രോബ്ലം. എക്സ് നോക്കൂ. എക്സ് ടോട്ടൽ എടുക്കാൻ പോവാം. ഒരാളുടേത് എക്സ് പ്ലസ് ഒരു ക്ലോറിന്റേതാണ് -1. 3 ക്ലോറിന്റേത് -1 × 3 -3. That is equal to 0. X ഇനി -3 is equal to 0. X is equal to +3. അപ്പൊ ഈ FeCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ക്ലോറിന്റേത് -1 ആണ്. ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് FeCl3 എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ. 2 രീതിയിൽ പറഞ്ഞു. അയണിന്റേത് ക്ലോറിന്റേത് -1 ആണ്, അയണിന്റേത് +3 ആണ്. ഇതാണ് ആ കോമ്പൗണ്ട്. എഴുതിക്കോ. ഈ സ്റ്റെപ്പ് എഴുതിക്കോ. സ്റ്റെപ്പ് എഴുതുന്നത് നല്ലതാണ്, കാരണം തറവാകും. പുസ്തകത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും കൊടുത്തു കാണില്ല. നമ്മളൊക്കെ പഠിച്ച മെത്തേഡ് ഇങ്ങനെയായിരുന്നു. ചിലപ്പോ വലിയ കോമ്പൗണ്ട് വരുമ്പോ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യിച്ചത്. എഴുതിയോളോ? അപ്പൊ ഇവിടെ Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +3. എത്രയാ? +3. Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +3. നേരത്തെ +2 ആയിരുന്നു, ഇവിടെ +3 ആണ്. അപ്പൊ നമുക്ക് അടുത്തത് ഇതിന്റെ ഈ അയോൺ ഇവിടെ Fe+3 ആ. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതാ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. നിങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ബോർഡെ തുടച്ചത് കൊണ്ട് Feയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. 1s2 26 ആറ്റോമിക് നമ്പർ 26. നിങ്ങൾ മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നു. 1s2 2s2 2p6 3s2 3p6 3d6 4s2. ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ Fe+3യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. Fe+3 എങ്ങനെ എഴുതും? Fe+3യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. Fe+3 എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ആണോ വിട്ടുകൊടുക്കുക? 3. അല്ല, എത്രയാ? 3.
എങ്ങനെയാ വിട്ടുകൊടുക്കുക? ആദ്യം 2 എണ്ണം ഔട്ടർ മോസ്റ്റിൽ നിന്ന് വെക്കും. എപ്പോഴും ഇലക്ട്രോണിനെ പുറത്തുനിന്നേ വിട്ടുകൊടുക്കത്തുള്ളൂ, പുറത്തുനിന്നേ തള്ളി പുറത്താക്കത്തുള്ളൂ. ഇത് ഇവിടെ നിന്നും 2 എണ്ണത്തിന് വിട്ടുകൊടുക്കും. ബാക്കി ഒരെണ്ണത്തിന് എവിടെ നിന്നും കൊടുക്കും? 3D കൊടുക്കും. അപ്പം വരുന്നത് നോക്കിയേ, 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 3d5. കണ്ടോ? എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നതെന്ന് അറിയാവോ? ചില അവസരങ്ങളിൽ അത് എസ് സബ്ഷെഡിൽ ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കത്തുള്ളൂ. വേറെ ചില അവസരങ്ങളിൽ എസിലെയും കൊടുക്കും, ഡിയിലെയും കൊടുക്കും. കാരണം ഈ എസ് സബ്ഷെഡും ഡി സബ്ഷെഡും തമ്മിൽ എനർജിക്ക് വലിയ വ്യത്യാസമില്ല. ചില അവസരങ്ങളിൽ എസ് സബ്ഷെഡിൽ ഇലക്ട്രോണിനെ മാത്രമേ കൊടുക്കൂ. വേറെ ചില കോമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ എസിലെയും കൊടുക്കും, ഡിയിലെയും കൊടുക്കും. കാരണം ഇവര് തമ്മിലുള്ള എനർജിക്ക് അത്ര വലിയ മാറ്റമില്ല. ഫോറസ്റ്റിനാണ് എനർജി കുറവ്, 3Dക്കാണ് എനർജി കൂടുതൽ. എന്നാലും എനർജിക്ക് അത്ര വലിയ മാറ്റമില്ലാത്തതുകൊണ്ട് 2 എണ്ണത്തെയും വിട്ടുകൊടുക്കും ചില അവസരങ്ങളിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. Fe+3 ഇത് എഴുതി വെക്ക്. ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താണെന്ന് അറിയാവോ? ആർക്കെങ്കിലും പറയാവോ? Ferric chloride. Yes, ferric chloride. എല്ലാവരും മൗനി ബാബാമാരാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ. ഇവിടെ മറുപടി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഫെറിക് ക്ലോറൈഡാ. +2, +3 എന്നിങ്ങനെ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അയൺ കാണിക്കുക. കുറഞ്ഞതിനെ അസും കൂടിയതിനെ ഇക്കും. ഇത് ഫെറസ് ക്ലോറൈഡ് +2 ആണെങ്കിൽ, കൂടിയതാണെങ്കിൽ ഫെറിക് ക്ലോറൈഡ്. ഇത് ഞാൻ ഫസ്റ്റ് ബേസിക് ക്ലാസ്സിൽ പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനകത്ത് എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. എഴുതിയോ? വളരെ ഇമ്പോർട്ടന്റ് ആകട്ടെ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്നില്ല, ഊഹിച്ചെഴുതാം. പക്ഷെ എപ്പോഴും ഊഹം ശരിയാകണമെന്നില്ല. സ്പീഡിൽ എഴുതിയോ? കൊടുക്കാവോ? അടുത്തത് എഴുതണേ. ക്വസ്റ്റ്യൻ എഴുതി ചെയ്ത് പോവുകയാണ് ചെയ്യേണ്ടത്. ഇത് കണക്ക് പോലെയാ. അടുത്ത അയൺ മാത്രമല്ല, വേറെയും ഒത്തിരി ഉണ്ട്. ഇത് ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് Mn, മാംഗനീസ്. മാംഗനീസ് ഒത്തിരി സംയുക്തങ്ങൾ കാണിക്കും. മാംഗനീസിന്റെ ഒരു സംയുക്തത്തിന്റെ കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതണം, MnCl2. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ, റൈറ്റ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ്, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ്. ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ തന്നെയായിട്ട് എഴുതിക്കോ, ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് manganese in MnCl2, MnO2, Mn2O3, Mn2O7. Write the subshell electronic configuration of. എഴുതിയോ? Find out the oxidation state of manganese in. ഈ കോമ്പൗണ്ട് എഴുതുക, MnCl2, MnO2, Mn2O3, Mn2O7. Write the subshell electronic configuration of manganese ion. The ion is spelling up. Manganese ion in these compounds. Speed. ബ്രാക്കറ്റിൽ ഒരു കാര്യം തന്നിട്ടുണ്ട്, മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ ഇടത് സൈഡിൽ അടിയിൽ തന്നിട്ടുണ്ട്. ഇടത് സൈഡിൽ അടിയിൽ എപ്പോഴും അറ്റോമിക് നമ്പർ ആയിരുന്നു. എത്രയാ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ? വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് മാംഗനീസ്? എത്രയാണ് മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ? 25. Okay. 25. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? എഴുതിയാൽ മടിക്കണ്ട, ചെയ്ത് നോക്കാം. നോക്കൂ, ഇത് മാംഗനീസിന്റെ ഒരു ക്ലോറൈഡാ. ഓക്സിജനുമായിട്ട് ചേർന്നപ്പോൾ മാംഗനീസ് 3 വ്യത്യസ്ത രീതിയിൽ കോമ്പൗണ്ട് ഉണ്ടാക്കിയത് കണ്ടോ? ഓക്സിജനുമായിട്ട് MnO2 ഉണ്ടാക്കി, Mn2O3 ഉണ്ടാക്കി, Mn2O7 തന്നെ ഉണ്ടാക്കി. വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഒരാളുമായിട്ട് ചേർന്ന് തന്നെ ഉണ്ടാക്കും. കാരണം അത് ബി ബ്ലോക്ക് എലമെന്റ്, വേറെ ഒന്നിനും ആ പ്രത്യേകതയില്ല. എഫ് ബ്ലോക്കിനും ഉണ്ട് കേട്ടോ അതുപോലെ. അപ്പൊ ആദ്യം നമുക്ക് MnCl2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാം.
ഫസ്റ്റ് യു റൈറ്റ് MnCl2 എഴുതി. ഈ MnCl2 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒറ്റയടിക്ക് കാണാപ്പാടം പറയാം നമുക്ക്. എത്രയായിരിക്കും? +2. നമുക്ക് ഇത് ഒറ്റയടിക്ക് എഴുതി പോകാം. എക്സ് വെച്ചൊന്നും കണ്ടുപിടിക്കണ്ട. ഒറ്റയടിക്ക് ഇത് -1, ഇത് -1, രണ്ടുപേരുടേത് -2. അപ്പൊ തിരിച്ച് മാംഗനീസിന്റെ എത്രയാ? +2. മാംഗനീസിന്റെ എത്രയാ? +2. ഒരാളുടേത് -1, രണ്ടുപേരുടേത് -2. അപ്പൊ തിരിച്ച് നേരെ ഓപ്പോസിറ്റ് കിട്ടണം. 0 ആകണമെങ്കിൽ +2. ആദ്യം മാംഗനീസിന്റെ സബ്സ്ട്രേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. മാംഗനീസ്. ഈ ഇതിന്റെ സബ്സ്ട്രേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോയേ. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 എങ്ങനെ വരും? അതിന്റെ സബ്സ്ട്രേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതൂ. 25 ആണ് തന്നിട്ടുണ്ട്. 1s2 2s2 2p6 3s2 3p6 3d 4s 4sന് 2 3d 5. ഇത് ആക്ച്വലി എഴുതിയത് മാംഗനീസിന്റേതാണ്. പക്ഷെ ഈ കോമ്പൗണ്ടിൽ മാംഗനീസ് അല്ല, മാംഗനീസ് +2 ആയിട്ടാണ് നിൽക്കുന്നത്. മാംഗനീസ് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ് നിൽക്കുന്നത്. Mn+2 അയോൺ ആണ്. അപ്പൊ നമ്മൾ ഈ കോമ്പൗണ്ടിൽ എഴുതണമെങ്കിൽ Mn+2 ആണ് എഴുതേണ്ടത്. ഈ കോമ്പൗണ്ടിൽ മാംഗനീസ് അല്ല, മാംഗനീസിന്റെ അയോൺ ആണ്, Mn+2 ആണ്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. എവിടെ നിന്നാ വിട്ടുകൊടുക്കുക? ഔട്ടർ ഫോറസ്റ്റിൽ നിന്നും 1s2 2s2 2p6 3s2 3p6 3d5 ഫോറസ്റ്റിൽ 2 ഇലക്ട്രോൺ പോയി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണേ. പൊട്ടം ബ്രിട്ടാനിക്ക കണ്ട പോലെ ഇരിക്കുമല്ലോ. എഴുതിയോ? സ്പീഡിൽ എഴുതണേ. അടുത്ത കോമ്പൗണ്ട്. എനിക്ക് ഈ കോമ്പൗണ്ട് കൂടെ തീർക്കണമെന്നുണ്ട്. അടുത്തത് MnO2. MnO2ന്റെ കണ്ടുപിടിക്കുക. ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് നോക്കും. ഒറ്റയടിക്ക് കണ്ടുപിടിക്കാതെ. ശ്രദ്ധിക്കണം. ഓക്സിജന്റേത് -1 അല്ല. നേരത്തെ എഴുതി തന്ന ഒരു സ്ഥലത്ത് എത്രയാ ഓക്സിജന്റേത്? പറയൂ. -2. ക്ലോറിന്റേതാണ് -1. ഓക്സിജന്റേത് -2 ആണ്. അപ്പൊ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോളിൽ -2 എന്ന് കൊടുത്തു. അപ്പൊ ഒരു ഓക്സിജന്റേതാണ് -2, 2 ഓക്സിജന്റേതോ +4. 2 ഓക്സിജന്റേത് -4. അപ്പൊ മാംഗനീസിന്റേതോ +4. ഇത് -4 ആണെങ്കിൽ അപ്പറേ +4. അങ്ങനെയാണെങ്കിലേ 0 വരത്തുള്ളൂ. ഇത് ഒറ്റയടിക്ക് കണ്ടുപിടിച്ചു. നേരത്തെ എക്സിറ്റ് എഴുതിയെന്ന് ഒന്നും കൂടെ തറവാകാൻ വേണ്ടിയാ. സംശയം ചോദിക്കുക. ഇനി മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1s2 2s2 2p6 3s2 3p6 3d 4s. ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ Mn+4 ആണ്. മാംഗനീസ് അല്ല, മാംഗനീസിന്റെ അയോൺ ആണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത അയോൺ ആണ്. Mn+4 ആണ്. അപ്പൊ എങ്ങനെ വരും ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? നോക്കൂ. ഔട്ടർ മോസ്റ്റിൽ നിന്നും 2 എണ്ണം വിട്ടുകൊടുക്കും. 3Dയിൽ നിന്നും 2 എണ്ണം വിട്ടുകൊടുക്കും. നോക്കൂ. അങ്ങനെയല്ലേ വരിക? 1s2 2s2 2p6 3s2 3p6 3d 4s 2 പോയി, 3d 2 പോയി, 3d3. കണ്ടോ? ഇവരുടെ പ്രത്യേകതയാണ് ഈ എസ് സബ്ഷെല്ലും ഈ ഡി സബ്ഷെല്ലും തമ്മിൽ വലിയ എനർജിയിൽ വ്യത്യാസം ഇല്ലാത്തത് കൊണ്ടാണ് എവിടെ നിന്ന് ഇലക്ട്രോണിനെ വിട്ടുപോകുന്നത്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. ഇതാണ് ഇതിന്റെ Mn+4ന്റേത്. ഇത് കഴിഞ്ഞിട്ട് വിടുന്നുള്ളൂ കേട്ടോ. ഞാൻ ചിലപ്പോ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ്. എഴുതിയോ? സ്പീഡിൽ. അടുത്തത് ഞാൻ അടുത്തതിലോട്ട് പോവുകയാണെ. Mn2O3. ഇത് കൂടെ Mn2O3 കൂടെ ഞാൻ സ്പീഡിൽ പറഞ്ഞേക്കാം. Mn2O3 കണ്ടുപിടിക്കാവോ? Mn2O3 മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്തിൻ 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ കണ്ടുപിടിക്കാം. just 1 minute. Wait. Yes. നോക്കൂ. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഒരു ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ 3 ഓക്സിജന്റേത് -6. 3 ഓക്സിജന്റേത് -6 എന്നും പറഞ്ഞ് ഇവിടെ +6 എഴുതി വെക്കുവോ? പാടില്ല.
ഒരു മാംഗനീസിന്റേതാണ്. 2 മാംഗനീസ് ഉണ്ട്. 2 മാംഗനീസിനും കൂടെയാണ് -6. അപ്പൊ ഒരു മാംഗനീസിന് അതിന്റെ പകുതിയല്ലേ? കത്തിയോ? +3 അല്ലേ? എഴുതി വെക്കരുത് അങ്ങനെ. നോക്കൂ, ഒരു ഓക്സിജന് -2 സമ്മതിച്ചു. 3 ഓക്സിജന് -6. 3 ഓക്സിജന് -6. അപ്പം തിരിച്ചു മാംഗനീസിന് +6 വരും. പക്ഷെ അത് 2 മാംഗനീസിനാണ് +6. എത്ര മാംഗനീസിനാ? 2 മാംഗനീസിനാണ് +6. അപ്പൊ ഒരു മാംഗനീസിന് അതിന്റെ പകുതിയല്ലേ? 6ന്റെ പകുതി +3 ആണ്. അല്ലെ നിങ്ങൾ ഇങ്ങനെയൊന്ന് കുടിച്ചു നോക്കി. 23 +6 23 -6 0 ആയില്ലേ? 23 +6 23 0 ആയില്ലേ? അല്ലാതെ ചില ആളുകൾ കൊണ്ട് ഇവിടെ +6 എന്ന് എഴുതി വെക്കരുത്, തെറ്റാണ്. ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതേണ്ടത് Mn2O3. ഇതാണ്. ഇത് മനസ്സിലായോ? മനസ്സിലായോ? നോക്കൂ, ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. അപ്പൊ 3 പേരുടേത് -2 × 3 മനസ്സിലായി സാർ. -6. അപ്പൊ തിരിച്ച് +6 വേണ്ടേ? ഇത് 2 പേരുടേതാണ് +6 വരിക. നമുക്ക് ഒരാളുടെ എഴുതിയാൽ മതി. 2 പേരുടേതാണ് 6. അപ്പൊ ഒരാൾക്ക് 3, മറ്റൊരാൾക്ക് 3. അപ്പൊ അയാൾക്ക് +3. 23 എക്സ് ഒന്നും വെച്ച് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമില്ല. എക്സ് വെച്ചിട്ട് ഞാൻ അതൊന്ന് തറവാകാൻ വേണ്ടി പറഞ്ഞു തന്നതാ. ഇതാണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബാക്കി നിങ്ങൾ ഇത് ചെയ്തോളുക. ഇത് ഹോംവർക്ക് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാതെ